ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. മൈദയും മുട്ടയും ഇല്ലാതെ ഒരു കേക്ക് ഉണ്ടാക്കിയാലോ? അപ്പോൾ റവയും ക്യാരറ്റും കൊണ്ട് ഉണ്ടാക്കുന്ന നല്ല അടിപൊളി പഞ്ഞി പോലത്തെ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പുതിയതായി കാണുന്ന കൂട്ടുകാരിലേക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം കേട്ടോ. ആദ്യം തന്നെ ഒരു മിക്സിൻ്റെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് റവ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ക്യാരറ്റാണ്. ക്യാരറ്റ് 125 ഗ്രാമാണ് എടുത്തേക്കണത് കേട്ടോ. ഇനി ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നമുക്ക് നല്ല അടിപൊളി റെഡിയാക്കി എടുക്കാം. ഇതിൽ ഈ കേക്കിൽ മുട്ടയും മൈദയും ഇല്ലാണ്ട് ഒരു കുഴപ്പവും വരില്ല കേട്ടോ. അങ്ങനെ ക്യാരറ്റൊക്കെ തൊലിയെല്ലാം കളഞ്ഞ് റൗണ്ടായി മുറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് മിക്സിൻ്റെ ജാറിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഇനി ഈ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പഞ്ചസാരയും പാലും ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. ഇനി ഒരു പഞ്ചസാര 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അങ്ങനെ ഇതേപോലെ നല്ലതുപോലെ അരച്ചെടുക്കാം. അതിൻ്റെ ഇടയിൽ ചെറിയതായി ക്യാരറ്റിൻ്റെ പീസൊക്കെ ഉണ്ട്, അത് കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് മാറ്റി വയ്ക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്ക് ഈ മാവ് ഇങ്ങോട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് സൺഫ്ലവർ ഓയിൽ ഉണ്ടല്ലോ, അത് ഒരു 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഈ ഓയിലുണ്ടല്ലോ ഈ മാവിലേക്ക് യോജിക്കുന്ന വരെ ഒന്ന് നല്ലതുപോലെ യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഫസ്റ്റിൽ ഈ എണ്ണ ഇങ്ങനെ മേലോട്ട് തന്നെ നിൽക്കുന്നുണ്ടാവും. പതിയെ 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 ഈ മാവിലേക്ക് യോജിച്ച് വരും. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ഇളക്കി കൊടുത്താൽ ഇത് ഇതേപോലെ ആവും. ഇപ്പോൾ എണ്ണയൊന്നും മേലല്ല, എല്ലാം മാവിലേക്ക് ചേർന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ബേക്കിംഗ് പൗഡർ, അത് ബേക്കിംഗ് സോഡ ആദ്യം ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബേക്കിംഗ് പൗഡർ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് ഏലക്ക, അത് 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഈ മാവിലേക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ നല്ലതുപോലെ ഒന്ന് യോജിച്ച് ചേരുന്ന വരെ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ബേക്കിംഗ് പൗഡറും ഇതെല്ലാം നല്ലതുപോലെ ഈ മാവിലേക്ക് യോജിച്ച് വരണേ, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴേക്കും ഈ മാവ് ചെറുതായി ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ മാവിൻ്റെ ഇത് തന്നെ കുറച്ച് മാറി വരുന്നുണ്ട്, ചെറുതായി ഒന്ന് പൊങ്ങി വരുന്നുണ്ട്. അപ്പോഴേക്ക് നമുക്ക് എന്താ ചെയ്യാം, ഇപ്പുറത്ത് ഒരു കേക്ക് ടിന്നിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് എല്ലാവിടെയും ഒന്ന് എണ്ണയൊന്ന് തടവി കൊടുക്കാം. എല്ലാവിടെയും ഒന്ന് യോജിക്കുന്നവരെ ഒന്ന് പാത്രത്തിലെ എല്ലാ ഭാഗത്തും എണ്ണ ഇങ്ങനെ തടവി കൊടുക്കാം കേട്ടോ. ഇതിൽ വേണമെങ്കിൽ ബട്ടർ പേപ്പർ വെച്ചിട്ടും ചെയ്ത് കൊടുക്കുക. പക്ഷേ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ കൂടി നല്ല രീതിയിൽ കിട്ടും. എവിടെ ഒട്ടലോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഈ കേക്ക് വെന്ത് വരുമ്പോൾ. ഇനി നമുക്ക് ഈ കേക്ക് ടിന്നിലേക്ക് ഈ മാവ് ഒഴിക്കണതിന് കുറച്ച് മുമ്പ് നമുക്ക് വിനാഗിരി അതൊരു 1/2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് യോജിപ്പിക്കുക. വിനാഗിരി ഇതിലേക്ക് നല്ലതുപോലെ യോജിക്കട്ടെ, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിൽ എന്താണ് ഈ വിനാഗിരി ഒഴിച്ചു കൊടുക്കണമെന്ന് വെച്ചാൽ ഇതിൽ മുട്ട ഇല്ലല്ലോ അതിൻ്റെ. അപ്പോൾ ഈ എന്താണ് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറിലും ഇത് യോജിച്ചിട്ട് കേക്ക് നല്ലതുപോലെ പൊങ്ങി വരാൻ ഇത് നല്ലതാണ്. അതാണ് ഈ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ മാവ് ഇതിലേക്ക് അങ്ങോട്ട് കേക്കിൻ്റെ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് കേക്കിൻ്റെ ടിന്നൊരു 3 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 35 മിനിറ്റ് നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തത് അതുകൂടെ ഇതിൻ്റെ മേലോട്ട് ഇട്ട് കൊടുക്കാം. നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റും ആയിരിക്കും. ക്യാരറ്റിൻ്റെ ഒരു ടേസ്റ്റ് അത് അടിപൊളിയാണല്ലോ. അപ്പോൾ അതിനും വേണ്ടിയിട്ടാണ് ഇതൊന്ന് ഇതിൻ്റെ മേലോട്ട് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിത് ഒരു 35 മിനിറ്റ് ഒരു കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ ഒരു തവ സ്റ്റൗവിൽ വെച്ച് അതിൻ്റെ മേലെ കുക്കർ വെച്ചിട്ട് ഈ ടിന്ന് ഇറക്കി കൊടുത്തിട്ട് അങ്ങനെ വേവിച്ചെടുത്തതാണിത്. അപ്പോൾ ഇതാ കണ്ടില്ലേ, 35 മിനിറ്റിന് ശേഷം നോക്കൂ, അടിപൊളിയായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് പഞ്ഞി പോലത്തെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുതിയതായി കാണുന്ന കൂട്ടുകാർ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. ഇനി കാണുമായിരിക്കും. ടാറ്റാ.